ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ലഞ്ച് ബോക്സ് തയ്യാറാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ മിക്കുള്ളവരും ഇങ്ങനെ ലഞ്ച് ബോക്സ് തയ്യാറാക്കുന്ന വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അതുപോലെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ കുക്കറിലാണ് കേട്ടോ ഇന്ന് അരി വേവിക്കാൻ വേണ്ടി വെച്ചത്. കുറച്ച് അരി ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള ചോറ് മാത്രം മതിയായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി കുക്കറിലാണ് കേട്ടോ ഇട്ടത്. അപ്പോൾ രാവിലെ തന്നെ കൊണ്ടുപോകാനുള്ള ലഞ്ച് ബോക്സൊക്കെ എല്ലാം റെഡിയാക്കി എടുക്കണം. അപ്പം എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ പീൽ ചെയ്യുന്ന സംഭവം വെച്ചിട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് തിരിഞ്ഞിടുന്നു കേട്ടോ. അപ്പോൾ ഇത് ഒരു നമുക്ക് ആ ഒരു കംഫർട്ടബിളായിട്ട് ഒന്ന് ചെത്തിയെടുക്കണമെങ്കിൽ അതൊന്ന് തിരിഞ്ഞൊക്കെ വരണം. ഞാൻ കുറേ പ്രാവശ്യം കൊണ്ടൊന്ന് നോക്കി കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിൽ കേടായിട്ടുള്ള എന്ന് വെച്ചാൽ ആ ഒരു വശം ചെറുതായിട്ട് കേടായിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഒന്ന് പീൽ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം എൻ്റെ ചാനലൊക്കെ കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോസ് എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ നോക്കണം. വേറെ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് അങ്ങനെ എൻ്റർടൈൻമെൻ്റ് അല്ല, ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർ കാണുമല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ വീഡിയോസ്, കുക്കിംഗ് വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ഇതൊന്ന് ഫുള്ളായിട്ട് കാണാൻ നോക്കണം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്ന കേട്ടോ. ഇതിട്ട് ഇളക്കാൻ ഭയങ്കര പാടായിരുന്നു. എനിക്ക് തോന്നി അതിനെക്കാട്ടിയും നല്ലത് നമ്മുടെ കത്തിയിട്ടൊന്ന് സ്കിന്ന് കളഞ്ഞെടുത്താൽ മാത്രം മതിയായിരുന്നു എന്ന്. ഞാനിതിട്ട് കുറേ സമയം കൊണ്ട് ഇങ്ങനെ സ്പീഡിന് എടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഉപയോഗിച്ച് വരുമ്പോൾ നമുക്ക് നല്ല സ്പീഡ് കിട്ടും കേട്ടോ. ആദ്യമൊക്കെ ഞാനിത് ഉപയോഗിക്കുമായിരുന്നു. ഇപ്പോൾ കുറേ നാളുകൊണ്ട് എടുക്കുകയില്ല. നമുക്ക് അധികം ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ തൊലി ഒന്ന് സ്കിന്നൊന്ന് ഇളക്കിയാണ് കളയാറുള്ളത്. ഇങ്ങനെ മൊത്തത്തിൽ വെച്ചല്ല, 2-3-4 കഷ്ണമാക്കിയിട്ട് അങ്ങനെ ഇളക്കിയാണ് കളയാറുള്ളത്. അപ്പോൾ അത് എളുപ്പമാണ്. പിന്നെ ഇന്ന് അങ്ങനെ ചെയ്യാൻ സമയം കിട്ടിയില്ല കേട്ടോ. ഞാൻ പിന്നെ ഈ പീലിംഗ് ചെയ്യുന്ന മെഷീൻ കൊണ്ടൊന്ന് പീൽ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചേട്ടോ. അപ്പോൾ ചാനലൊക്കെ എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്, 100 കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഓരോ വീഡിയോസ് കാണുന്നവർ കാണുമായിരിക്കും. അപ്പം നിങ്ങൾ ഫുള്ളായിട്ട് ഇതൊന്ന് കാണണം കേട്ടോ. അപ്പം മിസ്റ്റേക്കുകളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണം. പിന്നെ ഇത് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ കാരണം നമുക്കിപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അത് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. അത് യൂട്യൂബ് ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. അപ്പം നമ്മളൊരു യൂട്യൂബിൽ ഒന്ന് മെച്ചപ്പെട്ട് വരണമെങ്കിൽ നമുക്ക് സപ്പോർട്ട് മസ്റ്റായിട്ട് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നിക്കരുതോ ഇത് തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണേന്ന്. അത് നമുക്ക് പരമാവധി നമുക്കെല്ലാവരും സപ്പോർട്ട് വേണമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മെനക്കെട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ചെറിയ ഉള്ളിയിലെ സവാള ഞാൻ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് കളയുന്നുണ്ട്. ഒരു അത്യാവശ്യം വലിയ സവാളയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ഒരെണ്ണം മാത്രം എടുത്തത്. ചെറുതായിരുന്നെങ്കിൽ നമുക്ക് 2 എടുക്കാമായിരുന്നു. പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഓവറായിട്ട് എരി വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് കേട്ടോ ഒരു പച്ചമുളക് എടുക്കുന്നത്. പിന്നെ ഇവിടെ അച്ഛനും കിഴങ്ങ്, അതായത് നമ്മൾ ഉരുളക്കിഴങ്ങ് കഴിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു ഉരുളക്കിഴങ്ങിന് ഒരു പച്ചമുളക് എടുത്തത്. അപ്പോൾ ഞാൻ പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ കട്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ ഭയങ്കര ലെന്തിലും നിൽക്കും കേട്ടോ. പിന്നെ അതാണ് ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. നിങ്ങൾക്കത് ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോസിൽ തന്നെ കമൻറ്റ് ഇട്ടാൽ മതി. അടുത്ത ദിവസം ഞാൻ അതൊന്ന് ക്ലിയർ ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ 2 ദിവസം മുമ്പ് എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇരുമ്പിച്ചട്ടിയുടെ കാര്യത്തിൽ. ഞാനതൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടോ. കുറേ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ്, അതായത് നമ്മുടെ ഇരുമ്പിച്ചട്ടിയിൽ കരി പോകുന്ന എന്തെങ്കിലും ടിപ്സ് ഉണ്ടെന്നൊക്കെ ഞാൻ തപ്പി പറക്കിയിട്ടാണ് കേട്ടോ ഞാനതൊന്ന് എൻ്റെ കയ്യിലാവുന്ന വിധം ഞാനത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കാരണം ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള ചട്ടിയായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് എപ്പോഴും ഓരോ സാധനം വർഷങ്ങളുണ്ട് ഒരുപോലെ വെച്ചേക്കാൻ പാടാണ്. ഞാൻ വന്ന സമയത്ത് ഇതുപോലെയാണ് ഇരുന്നത്. അപ്പം ഞാൻ വന്ന സമയത്തൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ അമ്മയ്ക്ക് കയ്യിനൊക്കെ ചെറിയ പ്രോബ്ലം ഉള്ളതുകൊണ്ട് നമുക്ക് അമ്മയാ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വയ്ക്കുന്നത്. അപ്പോൾ ഒരുപാടിട്ട് അമ്മയ്ക്ക് കയ്യിൽ നിന്നും റെഡിയാക്കി എടുക്കാൻ പറ്റത്തില്ല. ജോയിൻറ്റിന് കംപ്ലൈൻ്റ് ഉണ്ട്. ഞാൻ വരുന്നത്തേക്ക് ഞാൻ ജോലി കഴിഞ്ഞിട്ട് വരുന്ന സമയമാകുമ്പോൾ എല്ലാ ജോലിയും ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ എനിക്ക് അധികം ജോലിയൊന്നും കാണത്തില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞത് വെച്ച് ഞാൻ നന്നായിട്ടൊന്നത് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ 2-3 ചട്ടി മാത്രമേ, അത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇങ്ങനെ പറഞ്ഞ സമയത്ത് അമ്മ പറഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പുള്ള ചട്ടി അമ്മയോടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ
ഞാൻ ആ ചട്ടിയിലാണ് കേട്ടോ ഇന്ന് കറിയൊക്കെ വയ്ക്കുന്നത്. എനിക്ക് അതൊരു നെഗറ്റീവായിട്ടല്ല തോന്നിയത്, അതെനിക്കൊരു പോസിറ്റീവായിട്ടാണ് തോന്നിയത്. ഞാനത് പോസിറ്റീവായിട്ട് മാത്രമേ എടുക്കത്തുള്ളൂ. നമുക്ക് നെഗറ്റീവ് കമൻറ്റ് ഇതുവരെ ആരും ഇട്ടിട്ടില്ല. ഇത് പോസിറ്റീവായിട്ടുള്ളതാണ്. ആരും തെറ്റല്ല ഇതിൽ പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ ഒരിക്കലും തെറ്റായിട്ടും എടുക്കത്തില്ല. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ എൻ്റെ വീഡിയോസ് മസ്റ്റായിട്ട് കാണുന്ന കുറേ പേരുണ്ട്, അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഇതുപോലെ എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇപ്പോൾ ട്രെയിനിങ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് സ്ഥിരം വീഡിയോസൊന്നും എനിക്ക് ഇടാൻ പറ്റാത്തത്. അപ്പം ഞാൻ ഇനി തൊട്ട് നോക്കുന്നുണ്ട് കേട്ടോ വീഡിയോസൊക്കെ ഇടാൻ വേണ്ടി. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ഇത് ഞാൻ അരിഞ്ഞു വയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് തൊണ്ടയ്ക്കൊക്കെ ചെറിയ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് എൻ്റെ സൗണ്ടൊക്കെ ചെറുതായിട്ട് അടഞ്ഞിട്ടുണ്ടായിരിക്കും. അത് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ പച്ചമുളകൊക്കെ എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ കഴുകിയതിന് ശേഷമാണ് കേട്ടോ പച്ചമുളക് അരിഞ്ഞിടുന്നത്. അതിന് മുമ്പ് അരിഞ്ഞിട്ട് നമ്മൾ കഴുകി എടുക്കുമ്പോൾ പച്ചമുളകിൻ്റെ ഇതൊക്കെ അങ്ങ് പോകും. അതുകൊണ്ട് ഞാൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാനിത് ഇട്ട് കൊടുക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പണിയും കൂടെ ഉണ്ട് കേട്ടോ. ഇത് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു തേങ്ങ നമുക്ക് ചമ്മന്തി അരയ്ക്കാനാണ് കേട്ടോ. ഞാനിത് റെഡിയാക്കി കേട്ടോ. ഇനി കുറേ ഒരച്ച് റെഡിയാക്കിയപ്പോൾ ഇത്രയെങ്കിലും റെഡി ആയിരുന്നുണ്ട്. അരികത്തൊക്കെ നല്ല കരി പിടിച്ചിട്ടുണ്ടെന്ന് അതൊക്കെ ഞാൻ തേച്ചിളക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചട്ടി മാത്രം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന ചട്ടി ചെറുതായിട്ട് വൃത്തിയാക്കിയത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. പിന്നെ നമ്മുടെ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, പിന്നെ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഓവറായിട്ട് കറിവേപ്പില ഇടണ്ടെന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടാകുന്നതുകൊണ്ടാണ് ഞാൻ ഒരു ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇനി അടുത്ത കമൻറ്റ് വരണം നമ്മുടെ അടുപ്പായിരിക്കും കേട്ടോ. അത് ഞാൻ പാചകം ചെയ്ത സമയത്ത് അവിടെ വൃത്തികേടായതാണ് കേട്ടോ. അത് ഞാൻ എന്തായാലും ഒന്ന് ക്ലീൻ ചെയ്തിട്ടേ പോകുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കാപ്പി ഉണ്ടാക്കാനൊന്നും സമയം കിട്ടില്ല. പിന്നെ ഒരു മാഗി ഉണ്ടായിരുന്നു, ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ. പിന്നെ നമ്മുടെ ടിഫിൻ ബോക്സ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ആ മെഴുക്കുവരട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ചമ്മന്തി അരിച്ചു, പിന്നെ മാങ്ങാച്ചോറ് ഉണ്ടായിരുന്നു. പിന്നെ അമ്മ അല്ലാതെ 2-3 കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തലേ ദിവസം അമ്മ ഇവിടെ തോരൻ കണക്ക് എന്തോ പറ്റിച്ച് വയ്ക്കും, അങ്ങനെ എന്തോ പറയും കേട്ടോ, അതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനത് കൂട്ടത്തില്ല, ചേട്ടന് കൊടുത്തുവിടണം. അപ്പം ചോറല്ല എടുക്കുന്നുണ്ട് കേട്ടോ. കുക്കറിലായത് കൊണ്ട് ഒന്ന് കുറച്ച് വെന്തു കേട്ടോ, അല്ലാതെ കറക്റ്റായിരുന്നു. കുക്കറിലായത് കൊണ്ട് കുറച്ച് ഓവറായിട്ട് അല്ല, എന്നാലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതി. ഓവറായിട്ടും വെന്തില്ല, ആ ഒരു മീഡിയം സൈസിൽ വെന്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ചമ്മന്തി ഞാൻ എടുത്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ വേറെ ഒന്നുമില്ല. തറയിലല്ല കേട്ടോ അത് വീണത്, അത് ഞാൻ ഇങ്ങനെ എടുത്ത് വയ്ക്കുന്ന പാത്രത്തിൻ്റെ അറ്റത്തിരുന്നാണ് കേട്ടോ, തറയിലൊന്നും വീണിട്ടില്ല. അത് വയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു കറി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ മാങ്ങാച്ചാറ് വയ്ക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മാങ്ങാച്ചാറ് സത്യം പറഞ്ഞാൽ വെക്കാൻ മറന്നുപോയി. അതിനുശേഷം അടപ്പടയ്ക്കുന്ന സമയത്താണ് കേട്ടോ ഞാൻ മാങ്ങാച്ചാറ് വയ്ക്കണ ആരും ഓർമ്മ വന്നത്. പിന്നെ അത് ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ കറി ഇതാണ് കേട്ടോ ആ സംഭവം, എന്തോ മീൻ, നമ്മുടെ നെത്തോലി മീനുണ്ടല്ലോ, അതാണ് കേട്ടോ. അത് ഞാൻ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അത് തോരൻ കണക്കാണ് കേട്ടോ വയ്ക്കുന്നത്. ഞാൻ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് കഴിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് നമ്മുടെ വറുത്ത മുളക് പൊടി ഇട്ട് കറിയായിട്ട് വെച്ചു കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മുടെ മാങ്ങാച്ചാർ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ അച്ചാർ ഞാൻ തന്നെ ഇട്ടതാണ് കേട്ടോ. പക്ഷേ 2 ദിവസം നമ്മൾ അച്ചാർ ഇരിക്കത്തുള്ളൂ. ഇവിടെ മാങ്ങാച്ചാറൊക്കെ ഇട്ടാൽ 2 ദിവസമൊക്കെ കാണുള്ളൂ, 3ൻ്റെ അത് തീരും കേട്ടോ. ഇപ്പോൾ 2-3 ദിവസത്തേക്ക് കൊണ്ടുപോകാനുള്ള അച്ചാർ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് എൻ്റെ പാത്രമാണ് കേട്ടോ. രണ്ടാവ് കണക്ക് തോന്നുന്നു, പക്ഷേ ഇത് അത്യാവശ്യം വീതിയുള്ള പാത്രമാണ് കേട്ടോ. ഇതെനിക്ക് ചേട്ടൻ കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങിച്ചു തന്നതാണ്. ഞാൻ അധികം ചോറൊന്നും കഴിക്കത്തില്ല, 2 തവി ചോറ് എടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കറികളൊക്കെ നമ്മുടെ ചമ്മന്തിയൊക്കെ വയ്ക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ചമ്മന്തി എടുത്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ തോരൻ ഞാൻ എടുക്കുന്നില്ല, നമ്മുടെ ഉരുളക്കിഴങ്ങും പരിപ്പുവട്ടിയാണ് കേട്ടോ എടുക്കുന്നത്. ചേട്ടന് വേറെ കിണ്ണത്തില്ല, അതായത് ഒരു ബൗളിലായിട്ടാണ് കേട്ടോ ചേട്ടൻ വയ്ക്കുന്നത്. അപ്പോൾ എനിക്ക് ഞാൻ പാത്രത്തിൽ ബൗളെടുക്കാതെ പാത്രത്തിലായിട്ടാണ് കേട്ടോ എടുത്ത് വയ്ക്കുന്നത്. കാരണം എല്ലാം കൂടെ മിക്സായി കിടക്കുമ്പോൾ നമുക്ക് ആ പാത്രത്തിൽ തന്നെ കിടന്നൊന്ന് മിക്സായി ഇരിക്കുമ്പോൾ നമുക്ക് എല്ലാം കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. പക്ഷേ ഇന്നലെ ഞങ്ങൾ 4 മണിയൊക്കെ കേട്ടോ ഫുഡ് കഴിച്ചാൽ, നല്ല തിരക്കുണ്ടായിരുന്നു. എനിക്ക് ചെറിയ ഹെയർ കട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ കട്ട് ചെയ്ത്, എന്ന് വെച്ചാൽ എനിക്ക് ഹെയർ ഇട്ടേണ്ടത്, അത് കഴിഞ്ഞതിന് ശേഷം നല്ല കസ്റ്റമർ വന്നായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റിയില്ല. നമ്മളൊരു 4 മണിയൊക്കെ ആയപ്പോഴാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ ആ സമയത്ത് നല്ല ഭക്ഷണത്തിന് കേടൊന്നും വന്നിട്ടില്ലായിരുന്നു, നല്ല ടേസ്റ്റുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ